പാൻ ഇന്ത്യൻ താരമാകുക എന്ന് പറയുന്നത് ഇപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ പാൻ ഇന്ത്യൻ താരമായത് ഒരിക്കലും ഈ സ്റ്റാർഡം കൊണ്ടല്ല, അവർ ആക്ടർ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തിട്ട് തന്നെയാണ്. അതായത് അങ്ങനെ ആ റെസ്പെക്റ്റോടുകൂടിയാണ് അവരെ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലെ ലോകം മുഴുവൻ അവരറിയപ്പെടുന്ന താരങ്ങളായിട്ട് വളർന്നിട്ടുള്ളത്. അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് പുതിയ തലമുറ അങ്ങനെ സമയമെടുത്ത് അങ്ങനെ ചെയ്യണമെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പം നമ്മൾ എന്ത് പാൻ ഇന്ത്യൻ സ്റ്റാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ലാംഗ്വേജിലാണ് അഭിനയിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തെലുങ്കിലെയും അല്ലെങ്കിൽ ഹിന്ദിയിലെയൊക്കെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ലാംഗ്വേജിന് അത്രയും എന്താ പറയുക മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ വലുപ്പം അവരുടെ ബഡ്ജറ്റിലും സിനിമയിലൊക്കെ കൊണ്ടുവരാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ദുൽഖർ തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിക്കുമ്പോൾ ഓക്കെ, വലിയ ബഡ്ജറ്റിൽ അഭിനയിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ മലയാളത്തിലൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ബഡ്ജറ്റിന് മേലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ എനിക്ക് പാൻ ഇന്ത്യൻ താരമാണോ എന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഉണ്ടാകുന്ന ഒരു തകരാറ്. അപ്പോൾ നമുക്ക് ആലോചിച്ചറിയാം, ഇപ്പോൾ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ വന്നിട്ടുള്ള ഏത് സിനിമയാണ് അത്രയും മാത്രം അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മറ്റ് ലാംഗ്വേജിൽ ഇപ്പോൾ ജയിലർ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് അത് വലിയ ഹിറ്റാവുന്നുണ്ട്. രജനീകാന്തിൻ്റെ പടം മുൻപും ഇവിടെ ഭയങ്കര ഹിറ്റാവാറുണ്ട്, കമലഹാസൻ്റെ പടം ഹിറ്റാവാറുണ്ട്, അല്ലു അർജുൻ്റെ പടം ഹിറ്റാവാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ഇമേജ് വിജയുടെ അങ്ങനെ ഈ താരങ്ങളുടെയൊക്കെ സിനിമകൾ പണ്ട് കുറേ കാലങ്ങളായിട്ട് മലയാളത്തിൽ ഹിറ്റായിക്കൊണ്ടിരിക്കും. ആ ലാംഗ്വേജിലുള്ള ആൾക്കാർ ഇത് കാണുന്നത്, ഇപ്പോൾ മലയാളികളല്ലാത്ത ആൾക്കാർ ഇത് കാണുന്നു പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു തനിമയെ ആസ്വദിക്കാനാണ്, ആ കണ്ടന്റിനെ ആസ്വദിക്കാനാണ്. അവരേറ്റവും കൂടുതൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്താ പറയുക, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും അല്ലെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരം അതുപോലുള്ള കൊച്ചു വെച്ച സിനിമ, അല്ലെങ്കിൽ ജയ് ഹോ പോലുള്ള കൊച്ചു വെച്ച സിനിമകളാണ് മലയാളത്തിൻ്റെ ഒരു കൾച്ചറൊക്കെ ഉള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ അവർ. ഇപ്പോൾ പാൻ ഇന്ത്യൻ സിനിമ കാണണമെങ്കിൽ അവർക്ക് തെലുങ്കും ഹിന്ദിയൊക്കെ കണ്ടാൽ മതി, മലയാള സിനിമ കാണണ്ട എന്നുള്ള ബോധം അവിടുത്തെ ആൾക്കാർക്കുണ്ട്. അത് നമ്മുടെ ഓഡിയൻസ്, പ്രത്യേകിച്ച് നമ്മുടെ താരങ്ങൾ തിരിച്ചറിയണം. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് കൂട്ടി വായിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പാൻ ഇന്ത്യൻ സിനിമകൾ ഇപ്പോൾ കൂടുതൽ വരുന്നതെല്ലാം വയലൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് സിനിമയാണ്. അത് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ജയിലർ എന്ന് പറഞ്ഞ സിനിമ തന്നെ എക്സാമ്പിളായിട്ട് പറയാം. രജനീകാന്തിൻ്റെ ഒരു സിനിമ മുൻകാലങ്ങളിൽ ഇത്രയും വയലൻസ് ഉള്ള സിനിമയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. രജനീകാന്തിൻ്റെ ക്യാരക്ടർ എന്താണ്, ഒരാളുടെ തല ഇങ്ങനെ അറുത്ത് കളയുക, അതുപോലെ ക്രൂരമായ രീതിയിൽ വയലൻസ് കാണിക്കുന്ന ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് രജനീകാന്ത് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബോംബെയിൽ ജയിലറായിട്ട് അയാളെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ ഒരു നന്മയില്ലാത്ത ഒരു പോലീസുകാരനായിട്ട് അയാളെ കാണിക്കുമ്പോൾ രജനീകാന്ത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഭാഷ ചെയ്യുമ്പോഴും അണ്ടർവേൾഡ് ഡോൺ ആണെങ്കിലും അപ്പോൾ രജനീകാന്തിൻ്റെ ഇമേജും പോലും പുതിയ തലമുറക്ക് ആഗ്രഹിക്കുന്നത് പഴയ ആ ഒരു നന്മപരമായിട്ടല്ല. അത് കുഴപ്പമൊന്നുമില്ല, കാരണം കാലം മാറുന്നതിനനുസരിച്ച് ക്യാരക്ടറിൻ്റെ ഇതൊക്കെ മാറേണ്ടത് ആവശ്യമാണ്, ആക്ടർക്കും അത് മാറേണ്ട ആവശ്യം. പക്ഷേ ഈ വയലൻസിനോടുള്ളൊരു പ്രിയമാണ് പാൻ ഇന്ത്യൻ സിനിമ എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മുടെ മലയാളികൾ. അതാണ് ഞാനീ പറഞ്ഞു വന്നത്. അപ്പോൾ പാൻ ഇന്ത്യൻ സിനിമകളൊന്നും ഭയങ്കര വയലൻസ് കാണിക്കണം. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന് ഈ പാൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ള സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആഘോഷിക്കപ്പെടുന്നത്.